ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം, ആത്മാവിൻ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം, ആത്മാവിൻ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ എൻ സർവസ്വമേ, ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായി മകൾ ചെയ്തു പോയതോർ കരുതേ, അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ വെടിയാ. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 46 അധ്യായം 10 വാക്യം.
ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പകലിൻ്റെ അധ്വാനവും കഴിഞ്ഞ് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, പ്രാർത്ഥന നിറഞ്ഞ അധരങ്ങളോടെ നമുക്കായിരിക്കും. ഒരുപാട് ആകുലതകളുടെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ ഭാവി എന്തായിരിക്കും? ഒന്ന് സ്വസ്ഥമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുക. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തമായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കുമോ? അതിനുള്ള ഉത്തരമാണ് ഈ ദിവ്യകാരുണ്യം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? മിശിഹായിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ആ ദിവ്യനാഥനെ നിറകണ്ണുകളോടെ നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യം പറ്റാത്ത ഒരു ഉറവിടമാണ്. കാരുണ്യത്തിൻ്റെ വലിയ കലവറയാണ് ആ ദിവ്യകാരുണ്യം. കാലിത്തൊഴുത്തിലെ ജനനത്തേക്കാൾ എളിമപ്പെടുത്തിയ ഒരു ഭാവമാണ് ഈ ദിവ്യകാരുണ്യം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഈ ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, ഒരുപാട് വിഷമങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. ഒന്നിനും ഉത്തരമില്ലാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലാണ് ഞങ്ങൾ അഭയം കണ്ടെത്തുന്നത്. നീ എത്രമാത്രം വലിയവനാണോ അത്രമാത്രം നീ വിനീതനാവണമെന്ന് ഞങ്ങൾ പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നാണ്. ദൈവമായിരുന്നിട്ടും ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം ചെറുതാക്കി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥൻ, നമുക്കവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതവും നീ തന്നെ ദാനമാണ്. എല്ലാം ദാനമായിരിക്കെ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഈശോയെ, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങളങ്ങയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ, സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ഞങ്ങൾ തുറന്നു വയ്ക്കുന്നു. ഈശോ, നിൻ്റെ സ്നേഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. നിൻ്റെ സന്നിധിയിലായിരിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുക. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ആരും സ്നേഹിക്കുന്നില്ല,
ആരും സ്നേഹിക്കാനില്ല എന്നൊക്കെ ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ ഈ ദിവ്യകാരുണ്യമായിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് കാണുമ്പോൾ ഈശോയെ ആരൊക്കെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. ഞങ്ങളെ കാണാനും ഞങ്ങളെ ശ്രവിക്കാനും ഞങ്ങളെ സ്നേഹിക്കാനും നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് ഈശോയെ. ഞങ്ങളാരും ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അങ്ങയുടെ വലിയ സാന്നിധ്യമുണ്ട്, സംരക്ഷണമുണ്ട്. ആ വലിയ വിശ്വാസത്തോടെയാണ് ഞങ്ങളിപ്പോൾ നിന്റെ തിരുസന്നിധിയിലായിരിക്കുക. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയേക്കാൾ വലുതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുൻഗണന കൊടുക്കുക. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. ഈശോയെ, അങ്ങയുടെ ജീവിതവും സ്നേഹം വിളമ്പുന്ന ഒരു ജീവിതമായിരുന്നു. കണ്ടുമുട്ടിയവർക്കൊക്കെ സ്നേഹം വിതരണം ചെയ്യുന്ന ഒരു കലവറയായിരുന്നു അവിടുത്തെ ജീവിതം. രോഗികൾക്കായാലും പാപികൾക്കായാലും വിഷമിക്കുന്നവർക്കായാലും പരിഭവം പറയുന്നവർക്കായാലും ഒക്കെ അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതശൈലിയായിരുന്നു അങ്ങയുടേത്. അങ്ങയെ കണ്ടുമുട്ടിയവരെല്ലാം സന്തോഷത്തോടെ തിരിച്ചുപോയവരാണ്. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞങ്ങളും ഈ സന്തോഷം സ്വീകരിച്ച് തിരിച്ചു പോകേണ്ടവരാണ്. സ്നേഹത്തിൻ്റെ നിറകുടമായ ഈശോയെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ പരിഗണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞാനാണ് വലിയവനെന്ന ചിന്തകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ ഈ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലായിരുന്നു കൊണ്ട് അവിടെ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമായിരുന്നിട്ടും ഒരപ്പത്തോളം ചെറുതായവനാണ് ഞാനെന്ന്. ജീവിക്കുന്ന ഈ ഗോതമ്പപ്പത്തെ കാണുമ്പോൾ ഞങ്ങളും പറഞ്ഞു പോകുന്നത് ഈശോയെ, ഞങ്ങളാരും വലിയവരല്ല എന്നുള്ളതാണ്. ഈശോയെ, അങ്ങയെപ്പോലെ സ്വയം എളിമപ്പെടുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ അങ്ങാണ് വലുതെന്നാണ് ഞങ്ങളെപ്പോഴും ഓർമ്മിക്കേണ്ടത്. ഒരു നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും നീയാണ് വലുത്. നിൻ്റെ കൂടെ ആയിരിക്കാനാണ്, നിൻ്റെ മാറിൽ തല ചേർച്ച് ഉറങ്ങാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുക. എന്തുകൊണ്ടെന്നാൽ ആ സ്നേഹവും കരുതലും സംരക്ഷണവും നൽകുന്നത് ഈ ദിവ്യകാരുണ്യമാണ്. ഒരു നിമിഷം പ്രാർത്ഥന നിറഞ്ഞ ഹൃദയത്തോടെ പാടിത്തരുന്ന ഈരടികളോട് ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ
ആരാധന ആരാധന തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. കണ്ണുകൾ തുറന്ന് വലിയ വിശ്വാസത്തോടെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ഈ അരുളിക്കായിലേക്ക് നമുക്ക് നോക്കാം. ഈശോയെ, ദിവ്യകാരണമാകുന്ന ഈ അപ്പം ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് പരിപോഷണത്തിനായി നൽകപ്പെടുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ്. കരുണ പറ്റാത്ത അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണ് ഈ വിശുദ്ധ കുർബാന. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകുന്ന അങ്ങയുടെ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോയെ, അങ്ങയെ സ്വീകരിക്കുന്ന ഞങ്ങളും അങ്ങയെപ്പോലെ ജീവിതത്തിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവരാക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ, ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ ഈശോയെ, നീ കൂടെയുണ്ടെന്നുള്ള, നിൻ്റെ സ്നേഹം കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് അങ്ങ് പ്രദാനം ചെയ്യണമേ. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ ഉൾക്കൊള്ളുന്ന ഞങ്ങളും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനാവാൻ വേണ്ട വലിയ കൃപ തരണമേ. ക്രിസ്തു കണ്ട എല്ലാവരും, ക്രിസ്തുവിനെ കണ്ട എല്ലാവർക്കും ലഭിച്ചത് ഈ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. കർത്താവായ ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലൂടെ ഞങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ സ്നേഹത്തിൻ്റെ വലിയ കാഴ്ചയുടെ ലോകത്തിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കണമേ. എവിടെയൊക്കെ നമ്മൾ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കി കാണുന്നുണ്ടോ, അവിടെയൊക്കെ ഈ സ്നേഹവും ഈ പരിഗണനയും ഈ കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ക്രിസ്തുവിൻ്റെ ഈ മനോഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഈശോയെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വിഷമം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളിലും ആകുലതകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളിലുമൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കൂടെയുള്ളത് അങ്ങാണ്, അങ്ങയുടെ സ്നേഹമാണ്.
ഇന്നും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളത് ഈശോയെ അങ്ങാണ്. ആരൊക്കെ ഞങ്ങളെ മറന്നാലും ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് ഈശോയെ അങ്ങ് മാത്രമാണ്. അതുകൊണ്ടാണ് വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലൂടെ മിന്നിമായുന്നുണ്ട് ഈശോയെ. ഒരുപക്ഷെ ആകുലതയുടെയാകും, സന്തോഷത്തിൻ്റെയാകും, സങ്കടങ്ങളുടെയാകാം. ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള, മാതാപിതാക്കളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ആയിരിക്കാം. അതെല്ലാം ഈ സമയം ഞങ്ങളുടെ ഇതിനു മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായി ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങ് മാറ്റിയെടുക്കണമേ. ദൈവസ്നേഹം എല്ലായിടത്തും നിറയ്ക്കുന്ന, എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റിയെടുക്കണമേ. ദിവികാരനാഥൻ്റെ വലിയ സ്നേഹത്തിന് മുമ്പിലാണ് നമ്മളായിരുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ മധ്യസ്ഥങ്ങളും ദിവികാരനാഥൻ കേട്ടിട്ടുണ്ട്. വലിയ വിശ്വാസത്തോടെ നമ്മൾ അർപ്പിച്ച നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും തമ്പുരാൻ ചെവിക്കൊണ്ടിട്ടുണ്ട്. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം. നിൻ്റെ സ്നേഹം പകരുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റിയെടുക്കണം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ദൈവതിരുസന്നിധിയിൽ ശിരസ് നമിച്ച് ഈ ദിവികാരനാഥൻ്റെ വലിയ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. തമ്പുരാൻ്റെ ഈ വലിയ സ്നേഹം എന്നും അനുഭവിക്കുന്ന, ജീവിതത്തിലൂടെ നീളം കൊണ്ടു നടക്കുന്ന ജീവിതങ്ങളാക്കി ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റിയെടുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ. അനുഗ്രഹം കൊടുക്കുന്ന, അനുഗ്രഹം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റിയെടുക്കണമെന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ദിവികാരനാഥൻ്റെ ആശീർവാദത്തിനായി നമുക്കെല്ലാവർക്കും അണയാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. ഓ സ്നേഹമേ, ഓ സ്നേഹമേ, ഓ സ്നേഹമേ, ആരാധന. ഓ സ്നേഹമേ, ഓ സ്നേഹമേ, ഓ സ്നേഹമേ, ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.